അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഇപ്രാവശ്യത്തെ സെക്കൻഡ് റെസിപ്പി ഞാൻ വിചാരിക്കുന്നു ഒരു സമ്മർ ഡ്രിങ്ക് ആയാലോ. ഇതിപ്പോൾ ഭയങ്കര വേനലിലൂടെ കടന്നു പോവാണ്. ചൂട് തന്നെയാണ്. അപ്പോൾ എനിക്ക് എല്ലാ എപ്പിസോഡ്സിലും കുറച്ച് സമ്മർ ഡ്രിങ്ക്സ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒരെണ്ണത്തിൽ ചുരുക്കാൻ പോവാണ്. പക്ഷേ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു കാര്യമാണ്. പുതിന വെച്ചിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇതിന് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട. ദിസ് ഇസ് പുതിന സോഡ ഡ്രിങ്ക്. ഓക്കെ, ഒരു പുതിന സോഡ ലൈമെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനെ അത് കുറച്ച് പുതിന നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയൊക്കെ ഉണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി കുറച്ച് കൂടുതലുണ്ടാക്കി വെച്ചാലും ഫ്രിഡ്ജിൽ കേടാകാണ്ടിരിക്കും. നമുക്ക് എല്ലാ ദിവസവും കുറച്ച് എടുത്തിട്ട് നമുക്ക് സോഡ ഉണ്ടാക്കി, എന്താ പറയുക, മിൻറ്റ് സോഡ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പേര് മിൻറ്റ് സോഡ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി മിൻറ്റ് സോഡയ്ക്ക് വേണ്ട ചേരുവകൾ: മിൻറ്റ് അഥവാ പുതിനയില തണ്ടിൽ നിന്നും ഇളക്കിയെടുത്തത് 1 കപ്പ്, പഞ്ചസാര 2 മുതൽ 4 ടേബിൾ സ്പൂൺ, കുറച്ച് നാരങ്ങ നീരൊഴിക്കാം, സോഡ വാട്ടർ 1 ബോട്ടിൽ, ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം. മധുരം കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തേനോ അല്ലെങ്കിൽ കൂടുതൽ പഞ്ചസാരയോ അല്ലെങ്കിൽ പഞ്ചസാര സിറപ്പോ ആവശ്യാനുസരണം ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ മിൻറ്റ് സോഡ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അടിപൊളിയാണ്. മിൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പുതിനയിലയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയിൽ ചെയ്താൽ ഏറ്റവും ബെസ്റ്റ്. എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഗാർഡനിലുള്ള പുതിനയുണ്ട്. ഓക്കെ, നല്ല ഫ്രഷ് ആയിരുന്നു. അതിൻ്റെ തണ്ടെല്ലാം മാറ്റിയിട്ട് ഞാൻ കുറച്ച് കൂടുതലെടുത്ത് ഒരു ബൗൾ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടൊരു മിക്സ് തയ്യാറാക്കാം. ഓക്കെ, അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇത് അരഞ്ഞ് കഴിയുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിനകത്തേക്ക് ചേർക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു 1/4 കപ്പ് വെള്ളം. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. ഇനി കുറച്ച് കാര്യങ്ങൾ വേണം. ഐസ് ക്യൂബ്സ് വേണം, നാരങ്ങ വേണം. ഒന്നും വേണ്ട, ഇത്രയും മതി. വേണമെങ്കിൽ ഒരല്പം ഉപ്പ് ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം, ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. സോ ഇതാണ് നമ്മുടെ പുതിന മിക്സ്. അധികം പഞ്ചസാരയൊന്നുമില്ല, 2 ടേബിൾ സ്പൂണേ ഉള്ളൂ. ഇത് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയും ചെയ്യാം. ഇത് നല്ല കോൺസെൻട്രേറ്റഡ് ആണ്, അപ്പോൾ ഒരുപാടൊന്നും വേണ്ടി വരില്ല. നമുക്ക് ഗ്ലാസ് ആദ്യം തയ്യാറാക്കി വയ്ക്കാം. ഒരല്പം ഇങ്ങനെ നാരങ്ങയുടെ നീര് പുരട്ടുക അതിൻ്റെ റിമ്മിൽ. ഓക്കെ, എന്നിട്ട് ഇതിലിങ്ങനെ ചെയ്തെടുക്കും. ഓക്കെ, ഗ്ലാസിൻ്റെ തയ്യാറെടുപ്പാണിത്. ഗ്ലാസ് ഇസ് റെഡി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കിക്കോളൂ. നമ്മളിങ്ങനെ അരച്ചെടുത്ത ഈ പുതിനയുടെ മിക്സിൽ നിന്നും ആവശ്യാനുസരണം ഗ്ലാസ്സിലേക്ക് മാറ്റാം. കുറച്ചൊഴിക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഈച്ച് ഗ്ലാസിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് വേണ്ടത്. കുറച്ച് നാരങ്ങ നീരൊഴിക്കാം. ഓരോ ടേബിൾ സ്പൂൺ നാരങ്ങ നീര് 1 മുതൽ 1.5 വരെ ആകും. ഓക്കെ, അപ്പോൾ ഒരു നാരങ്ങ എടുത്തിട്ട് ഒരു ഹാഫ് ഒരു ഫുൾ നാരങ്ങ എടുക്കാം. ഇനി വേണ്ടത് ഐസ് ക്യൂബ്സ്. നിറയെ ഐസ് ക്യൂബ്സ്. നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കുക.
ഓക്കേ, ഇനി നല്ലൊരു സോഡ, നല്ല ചിൽഡ് സോഡ. ഓ നോ, ചിൽഡ് സോഡ. വാവ്, കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ. ഓ നോ, ഒരുപാട് രാസപ്രവർത്തനങ്ങൾ അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, കാണുന്നുണ്ടല്ലോ. രണ്ടും കൂടെ മിക്സായിട്ട് ഇനി ഇതൊന്ന് സ്റ്റെയർ ചെയ്തിട്ട് കുടിച്ചാൽ മതി. അതിമനോഹരമായിരിക്കുന്നു കാഴ്ചയ്ക്ക്. പിന്നെ മധുരം കുറച്ചുകൂടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ അധികം മധുരം വേണ്ടല്ലോ, കുറച്ചൊരു മധുരം, അത് ഹെൽത്തി വേർഷൻ എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു നാരങ്ങയുടെ സ്ലൈസ് വയ്ക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ എനർജറ്റിക് ആയിട്ടുള്ള നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ് തരുന്ന മിൻറ്റ് സോഡ ഈസ് റെഡി. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റെയർ ചെയ്യുക, കുടിക്കുക. എന്താ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓൾറെഡി അത് സ്വന്തമായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടത്തേക്കും ആയിക്കഴിഞ്ഞു. ഇനി ഇത് കുടിക്കുക മാത്രം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിച്ചിട്ടൊക്കെ ഉപയോഗിക്കാം. മിൻറ്റിൻ്റെ ഒട്ടും തന്നെ തരി വേണ്ടാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് മേളിൽ വന്നിങ്ങനെ നിൽക്കും. ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, പക്ഷേ ഇതൊരു ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു അടിപൊളി ഡ്രിങ്കാണ്. സമ്മറിന് പറ്റിയ കാര്യമാണ്. കാണാനുള്ള ഭംഗിക്ക് ഞാൻ തൊടാതെ വെച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, എൻ്റെ നല്ലൊരു സ്റ്റാറോൺ ഇങ്ങനെ ചെയ്തിട്ട് സിപ്പ് ചെയ്താൽ മതി, അടിപൊളിയായിരിക്കും. പിന്നെ മധുരം ഞാൻ പറഞ്ഞല്ലോ, വേണമെങ്കിൽ ഹണി എക്സ്ട്രാ ഒഴിക്കാം മധുരത്തിന്, അതല്ലെങ്കിൽ ഷുഗർ സിറപ്പ് ഒഴിക്കാം. പക്ഷേ ഒരു ലൈറ്റ് മധുരം എന്തായാലും ഉണ്ടാവും, അത് മതി എന്നുണ്ടെങ്കിൽ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. യെസ്, അപ്പോൾ അടിപൊളി ഡ്രിങ്ക് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വേനൽക്കാലത്തെ വരവേൽക്കാനായിട്ട് നമ്മൾ ഏതെല്ലാം രീതിയിലാണല്ലേ നമ്മുടെ ഈ ഒരു ഉഷ്ണകാലം അല്ലെങ്കിൽ ഈ ഒരു ചൂടുകാലത്തിനെ അതിജീവിക്കേണ്ടത്. ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട്, ഒരു 1.5 മാസത്തോളം ഉണ്ട്. അതുവരെ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ഇതുപോലെ നിറയെ വെള്ളം കുടിക്കുക, ശരീരം ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുക, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട പിടിച്ച് പോവുക, പിന്നെ എന്താ പറയുക, കണ്ണ് കുറച്ചുകൂടെ സ്ട്രെയിൻ കുറയ്ക്കാനായിട്ട് ഗ്ലാസ്സസ് വയ്ക്കുക. ഓക്കെ, ഇങ്ങനെ സൺഗ്ലാസ് വയ്ക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യം. പിന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കുക, നല്ല രീതിയിൽ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് പോകാം. പിന്നെ ധാരാളം വെള്ളം കുടിക്കുന്നതോടൊപ്പം പലതരം വെള്ളം കുടിക്കുക. ഇത് മാത്രമല്ല, വ്യത്യസ്തമായ പല രീതിയിൽ വെള്ളം കുടിക്കാം. അല്ലാതെ പ്ലെയിൻ വാട്ടർ കുടിക്കാം, കരിങ്ങാലി വെള്ളം കുടിക്കാം, പതിമുഖം കുടിക്കാം, മോര് വെള്ളം കുടിക്കാം, ഇങ്ങനെ വേണമെങ്കിലും. വെറുതെ നാരങ്ങ നീര് കുടിക്കാം, പ്ലെയിൻ വാട്ടർ കുടിക്കാം. പിന്നെ എന്താ പറയുക, ഇതിങ്ങനെ ശരീരത്തിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മൾ വല്ലാത്ത ഒരുപാട് വെള്ളം കുടിക്കേണ്ട സമയമാണ്. പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കുക, പറ്റുന്ന പോലെ സീസണൽ ഫ്രൂട്ട്സ് ആ രീതിയിൽ പ്ലാൻ ചെയ്യുക. അപ്പോൾ വില കുറവുള്ള ഫ്രൂട്ട്സ് നോക്കി കഴിക്കുക. അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ, ജീവിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സമ്മർ പീരീഡ് എങ്ങനെയായാലും ഒരു 3 മാസത്തോളം സമ്മർ നമ്മൾ അനുഭവിക്കാറുണ്ട്. ആ സമ്മർ പീരീഡും കടന്നു പോകും. പിന്നെ മഴക്കാലത്തിനെ നമ്മൾക്ക് വരവേൽക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സമ്മർ ഡ്രിങ്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും.